ഒരാൾ സത്യത്തെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒരാൾ വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ഒരു പക്ഷേ ഇയാൾക്ക് സത്യത്തിലേക്കുള്ള വഴി അറിയാമായിരിക്കും എന്ന് വരെ ആ മനുഷ്യനോട് വഴി ചോദിച്ചു. അയാൾ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്തും. ആ വൃക്ഷച്ചുവട്ടിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടാവും. ആ വൃക്ഷത്തിൻ്റെയും ആ മനുഷ്യൻ്റെയും ലക്ഷണം ഞാൻ പറയാം. അദ്ദേഹത്തെ കണ്ടാൽ ഏകദേശം എന്നെപ്പോലെ ആയിരിക്കും. അദ്ദേഹമാണ് നിങ്ങളുടെ ഗുരു. അദ്ദേഹത്തെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇത് കേട്ട് സാധകൻ സഞ്ചാരം തുടങ്ങി. ഓരോരോ ആഴ്ച വെട്ടി ചെന്ന് നോക്കും, കാണുകയില്ല. അങ്ങനെ അവിടെ കിടന്ന് പിന്നെ നടന്നൊരു സന്ധ്യയാകുമ്പോൾ ഒരാഴ്ചയോട് കണ്ടുപിടിക്കും. അവിടെ കിടന്ന് അങ്ങനെ കുറേ വർഷം കടന്നു. അവസാനം അദ്ദേഹം പറഞ്ഞ ആളെ കാണാതെ വീണ്ടും തിരിച്ച് നടന്ന് പഴയ വൃക്ഷച്ചുവട്ടിൽ എത്തി. അദ്ദേഹം ആദ്യം ചോദിച്ച ആ മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം പറഞ്ഞ മാതിരിയുള്ള ആൾ തന്നെയാണ്, കണ്ണും ലക്ഷണങ്ങളെല്ലാം ഉള്ള ആൾ ഈ പറഞ്ഞുകൊണ്ട് ആൾമറിച്ചോട്ടിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് ഞെട്ടി. ഓ എൻ്റെ ഗുരു ഇയാൾ തന്നെയോ? 30 വർഷം മുമ്പേ കണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഞാനിവിടെ ശ്രദ്ധിച്ചില്ല. ഇപ്പം നോക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു തന്നത് എല്ലാ സാധനങ്ങളും ആൾമറിച്ചോട്ടിരിപ്പുണ്ട്. ലക്ഷണങ്ങളും ഇദ്ദേഹത്തിൽ കാണാം. ഇദ്ദേഹം തന്നെയല്ലേ എന്നോട് പറഞ്ഞു തന്നെ, അദ്ദേഹം തന്നെയാണോ ഗുരുവെന്ന് ചിന്തിക്കുകയാണ് പുള്ളി മനസ്സിനകത്ത്. ഓ കഷ്ടം, അങ്ങനെ എൻ്റെ 30 വർഷം നഷ്ടപ്പെടുത്തിയില്ലേ? അപ്പോൾ ഈ ഗുരു പറഞ്ഞു, ഞാനല്ല നിൻ്റെ 30 വർഷം നഷ്ടപ്പെടുത്തിയത്. വൃക്ഷത്തിൻ്റെയും ഗുരുവിൻ്റെയും സകല ലക്ഷണവും ഞാൻ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾ ഈ വൃക്ഷത്തിലേക്ക് നോക്കിയില്ല, എൻ്റെ മുഖത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയില്ല. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 30 വർഷവും നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നീ അങ്ങനെ ഒരേ ചിന്തയെ തന്നെ തേടി ഓരോ ആൽമരം ഇതാണോ ആൽമരം, ഇങ്ങനെ വല്ലവരും ഉണ്ടോ, അങ്ങനെ നോക്കിയാണ് പോയത്. മനസ്സിനകത്ത് അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴും അതേ ലക്ഷണമൊത്ത ആൾ നീ ചിന്തിക്കുന്നുണ്ടായി. അങ്ങനെ നിനക്ക് ഇപ്പോൾ പക്വതയും വന്നു മനസ്സിനകത്ത്. പക്ഷേ പറഞ്ഞു തന്നപ്പോൾ നീ ശ്രദ്ധിച്ചില്ല. ഈ ആൽമരം എങ്ങനെയാണ് പറഞ്ഞപ്പോൾ എങ്ങനെ ഇരിക്കുന്ന ആൽമരം എന്നുള്ള ഈ ആൽമരത്തിലോട്ട് നോക്കുകയോ എന്നെ നോക്കുകയോ ചെയ്യാതെ ഒറ്റ പോക്ക് പോയി. നിനക്ക് കാണാതിരുന്നപ്പോൾ പുള്ളിക്ക് ശ്രദ്ധ വന്നു, എങ്ങനെയായിരിക്കും ആൽമരം എന്നുള്ള. തിരിച്ചു വന്ന് ഈ ആൽമരം ചോദിക്കുക പറഞ്ഞതെല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പം അടുത്തു നിന്നുകൊണ്ട് ഉപദേശം കേട്ടതുകൊണ്ട് ആ ഒരു ഹൃദയത്തിന് ഉണർവില്ലാത്തിടത്തോളം ആ വിനയം വരത്തില്ല, സമർപ്പണം വരത്തില്ല. ഇരട്ടിക്ക് കള്ളങ്ങളും കപടതകളും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതി വരും. ക്ഷീരമുള്ളവർ അവിടെയും ചേട്ടിനും ചോര തന്നെ കൊതുവിന് കൊതും. പാലുള്ള അകടിൽ പോയാൽ കൊതുവിന് ചോരയാണ് കിട്ടുന്നത്. തവളയ്ക്ക് ഒരു പുഷ്പത്തിൻ്റെ ചെടിയെ ചൂട്ടി കിടക്കുന്ന അതിൽ വരുന്ന കൊതുവിനെയാണ് എടുക്കുന്നത്, തിന്നുന്നത്. ആ പൂവിനെയല്ല കാണുന്നത്. പക്ഷെ പണ്ട് വന്ന് തേന് വരുന്നുണ്ട്. ആ തേനുമുണ്ട്. ഒരു ലൈറ്റ് ഹൗസിൻ്റെ ചുള്ളിയിരുട്ടെന്ന് പറഞ്ഞാൽ പറയും നമ്മൾ അലുവ ചട്ടകം കൊണ്ട് വരാം. ചട്ടകത്തിന് എന്താ ഗുണം? നമ്മൾ പശുവിന് പുല്ല് വെച്ചിരുന്നു, ലാടൻ വന്ന് അത് ഔഷധം പൊഴിച്ചുകൊണ്ട് പോകും. ലാടനാണ് ആ ഔഷധം കാണുന്നത്. പുല്ല് വെച്ചാൽ മതി, പുല്ല് വെച്ചാൽ മതി, പുല്ല് കാണും. ലാടനാ ജ്ഞാനമുണ്ട്, ലാടന ആയുർവേദ വൈദ്യനാ ജ്ഞാനമുണ്ട്, ഇതിന് ഔഷധമാണ്. അതുപോലെ ആ ഒരു ജിജ്ഞാസുവിന് മാത്രമേ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള സമർപ്പണവും ശരണാഗതിയും വന്ന് ആ കൃപയ്ക്ക് പാത്രമാകാൻ ഓരോന്നും ഓരോ ചലനവും ശ്രദ്ധിച്ച് ഓരോ നിമിഷവും ഉൾക്കൊണ്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിന് ഹൃദയം തുറക്കണമെന്നാണ് എപ്പോഴും അമ്മ പറയാറുണ്ടല്ല.